വയനാട് മാനന്തവാടിയിൽ മയക്ക വെടിവെച്ച് പിടികൂടിയ തണ്ണീർക്കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ രാമപുര ബേസ് ക്യാമ്പിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. കേരളത്തിലെയും കർണാടകത്തിലെയും വെറ്റിനറി വിദഗ്ധ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ രാമപുര ബേസ് ക്യാമ്പിൽ നിന്ന് അർജുൻ PS തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബന്ദിപ്പൂരിലെ രാമപുര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വെച്ചാണ് ആ തണ്ണീർക്കൊമ്പനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഇവിടെ കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുമുള്ള ആ ഫോറസ്റ്റുകാരും അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഡോക്ടേഴ്സ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിദഗ്ധ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഇത്തരത്തിൽ ഈ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നു, 2 തവണ മയക്കുവെടി വെക്കുന്നു. ഇതിനു മുമ്പും തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ക്ഷീണിതനായിരുന്നു തണ്ണീർക്കൊമ്പൻ. നമുക്ക് ദൃശ്യങ്ങളിലൂടെ അത് മനസ്സിലാക്കാമായിരുന്നു. അത് കൃത്യമായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ പറയുകയുണ്ടായി. അതിനുശേഷം ഏറെ വൈകിയാണ് വീണ്ടും ഇവിടെ വെച്ച് മാനന്തവാടിയിൽ വെച്ച് ഈ വയനാട്ടിലെ മാനന്തവാടിയിൽ വെച്ച് ആ തണ്ണീർക്കൊമ്പനെ വീണ്ടും ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയും പിന്നീട് അതിലൂടെ ഒരു തളരുന്ന ഒരു തണ്ണീർക്കൊമ്പനെ നമുക്ക് കാണുവാനും സാധിച്ചു. അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി 5 അംഗ സംഘത്തിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് വനം വകുപ്പ് മന്ത്രി നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു നടന്നത്. അതായത് അത്രയും ക്ഷീണിതനായിട്ടുള്ള ഒരാന, അത്രയും രാത്രി ആയിട്ടുള്ള ഒരു റെസ്ക്യൂ എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. രാത്രിയോടെയാണ് അത്തരത്തിൽ രാത്രി ആനയെ റെസ്ക്യൂ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുവരെയും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റെസ്ക്യൂ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് ഫോറസ്റ്റുകാർക്കെതിരെ അടക്കം വരുന്നത്. അതായത് കർണാടകയിൽ നിന്നും അത്രയും ദൂരം നടന്ന്, അതായത് കിലോമീറ്ററുകൾ നടന്ന് ഇവിടെ നിന്നും കിലോമീറ്ററുകൾ നടന്ന് വയനാട്ടിലെത്തുക, അതായത് മാനന്തവാടി എത്തുക എന്ന് പറയുന്നത്, അതും റേഡിയോ കോളർ ഘടിപ്പിച്ച ആന എന്ന് പറയുമ്പോൾ, അത്തരത്തിൽ ആ യാത്ര അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ കർണാടക സർക്കാരിന്റെയും അല്ലെങ്കിൽ കർണാടക ഫോറസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വീഴ്ചയുണ്ട്. മാത്രമല്ല കേരളത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് കൃത്യമായ നിരീക്ഷണം നടത്തിയില്ല എന്നുള്ളത് കേരള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും അതിൽ തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച ആദ്യം മുതലേ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും എന്താണ് കൃത്യമായിട്ടുള്ള പ്രശ്നമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല ആ ഒരു സമയത്ത് 15 മണിക്കൂറോളം ഈ തണ്ണീർക്കൊമ്പൻ വെള്ളം കുടിച്ചിരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല അവർക്ക് തീറ്റയെടുക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു. അത്തരത്തിൽ മുൻപ് തന്നെ ഒരു ഡോസ് ഇത്തരത്തിൽ മയക്കുവെടി വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു മയക്കത്തിലായിരുന്നു തണ്ണീർക്കൊമ്പൻ. അതുകൊണ്ട് തന്നെ ക്ഷീണിതനായിരുന്നു. പിന്നീടും 2 റൗണ്ട് മയക്കുവെടി വെക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ആരോഗ്യസ്ഥിതി കൃത്യമായി ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അത്തരത്തിൽ ആരോഗ്യസ്ഥിതി നോക്കേണ്ടതുണ്ടെന്നാണ്. അത്തരത്തിൽ പിന്നീട് ആനയെ മുത്തങ്ങയിൽ കൊണ്ടുവരികയായിരുന്നു. മുത്തങ്ങയിൽ വെച്ച് കൃത്യമായ പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ആനയെ റെസ്ക്യൂ ചെയ്തതിനു ശേഷം മുത്തങ്ങയിൽ എത്തിച്ച് അവിടെ പരിശോധന നടത്തി എന്നാണ് പറയുന്നത്. എന്നാൽ കൃത്യമായ ഒരു പരിശോധന കിട്ടിയോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഈ ബന്ദിപ്പൂരിലെ ഈ ഒരു സ്ഥലത്തേക്ക് ആനയെ കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആന ലോറിയിൽ വെച്ച് വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെരിയുകയാണ് ഈ തണ്ണീർക്കൊമ്പൻ. അവസാന നിമിഷം ഒന്ന് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത രീതിയിൽ തണ്ണീർക്കൊമ്പൻ നമ്മളെ വിട്ടുപോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്. അതായത് 5 അംഗ സമിതിയെ നിയോഗിക്കുന്നു. ഇനി 5 അംഗ സമിതി കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. എത്തരത്തിലാണ് തണ്ണീർക്കൊമ്പൻ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, തണ്ണീർക്കൊമ്പനെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതിനെ പറ്റി ഉള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകേണ്ടത്. മാത്രമല്ല അത്തരത്തിൽ വെറ്റിനറി ഡോക്ടർമാർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എത്തരത്തിലാണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതായത് ഈ ഡോസ് നൽകിയതിൽ കൂടിപ്പോയിട്ടുണ്ടോ, അതായത് ഈ ഷൂട്ട് ചെയ്തതിൽ ഡോസ് നൽകിയതിൽ അതിൽ കൂടുതൽ വന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ആനയ്ക്ക് മരണകാരണം. മാത്രമല്ല ഹൃദയാഘാതം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു.